അപ്പോൾ എൻ്റെ സിമ്പിളായിട്ടുള്ള സ്കിൻ കെയർ റുട്ടീനാണ് കേട്ടോ കാണിക്കുന്നത്. രാത്രിയാണ് പൊതുവേ ഞാൻ സ്കിൻ കെയർ പ്രോപ്പറായിട്ട് ചെയ്യുന്നത്. സോ ഇതിൽ ഫസ്റ്റ് ഒരു ക്ലെൻസറാണ് കേട്ടോ. ക്ലെൻസറിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ യൂസ് ചെയ്തത് സെറ്റാഫിൻ്റെ ജെൻഡൽ ക്ലെൻസറാണ്. ആൻഡ് ദെൻ അതിനുശേഷം ഒരു ടോണർ യൂസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ളൊരു ടോണർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ പ്ലമ്മിൻ്റെ ടോണറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആൻഡ് അടുത്തതായിട്ട് ദെൻ ഒരു സീറം, പിന്നെ ഒരു മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ലിപ് ബാം. ഇങ്ങനെയായിരിക്കും നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ. അപ്പോൾ സീറം ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് നയാസിനമൈഡ് സെറമാണ്. ഇതിന് മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഡെർമാക്കോടെയാണ്. ഇപ്പോൾ ഞാനത് ഫോക്സ്ടെയിലായിട്ടൊന്ന് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് സാറ്റിൻ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ളൊരു സെറമാണ്. വളരെ ക്വിക്കായിട്ട് അബ്സോർബ് ചെയ്യും. ലൈറ്റ് വെയ്റ്റ് ആണ്. നോൺ ഗ്രീസി നോൺ സ്റ്റിക്കി ഒക്കെയാണ്. സോ സൂപ്പർ ഒരു സീറമാണ്. അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് വിറ്റമിൻ സിയുടെ മോയ്സ്ചറൈസറാണ്. ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇതും റെയിനി സീസണിൽ പൊതുവേ വിറ്റമിൻ സി ആക്റ്റീവായിട്ട് സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തണമെന്നാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. സോ ഇതും നല്ല ക്വിക്ക് അബ്സോർബിങ് ആയിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ആൻഡ് പിന്നെന്താ, സീറംസ് അറ്റ് എ ടൈം ഒരു 1-2 സീറംസ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. എൻ്റെ സ്കിൻ അത് പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇഫ് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ അത് എടുക്കുന്നുണ്ട്, സ്കിന്നിന് ഇറിറ്റേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സ്കിൻ കെയർ കൺസേൺസ് അനുസരിച്ച് സീറംസ് യൂസ് ചെയ്യാം. ആൻഡ് ലാസ്റ്റായിട്ട് ഇതാ ഞാൻ എടുത്തിരിക്കുന്നത് വാസ്ലിൻ്റെ ലിപ് ബാമാണ് കേട്ടോ. എനിക്ക് ഫ്ലേവേർഡ് ആയിട്ടുള്ളതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇതാണ് എൻ്റെ സിമ്പിൾ റുട്ടീൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.